പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം സമാഗമന കൂടാരം രൂപകൽപ്പന ചെയ്യുകയുണ്ടായി. ആ കൂടാരത്തിന് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്നീ ഇടങ്ങളുണ്ടായിരുന്നു. ജാതികൾക്കും സ്ത്രീകൾക്കും എല്ലാ ഇസ്രായേലിയർക്കും പ്രാകാരത്തിൽ പ്രവേശിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ പുരോഹിതന്മാർക്ക് മാത്രമേ വിശുദ്ധ സ്ഥലത്ത് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. അതിവിശുദ്ധ സ്ഥലത്താകട്ടെ മഹാപുരോഹിതൻ എന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പ്രവേശനം അനുവദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ദൈവവും മഹാപുരോഹിതൻ എന്ന ആ ഒരു മനുഷ്യനും മാത്രം ശേഷിക്കുന്ന ഒരു രഹസ്യ സ്ഥലമായിരുന്നു അതിവിശുദ്ധ സ്ഥലം. പുതിയ നിയമവിശ്വാസികളായ നമുക്കെല്ലാവർക്കും ഒരു രഹസ്യ സ്ഥലമുണ്ടായിരിക്കണം. എല്ലാ തരത്തിലുമുള്ള വിശ്വാസി സമൂഹം കടന്നു വരുന്ന പള്ളി ആരാധനകൾ ആവശ്യമാണ്. ആയതുപോലെ നാമും നമ്മുടെ കുടുംബാംഗങ്ങളും മാത്രം ഉൾപ്പെടുന്ന കുടുംബ പ്രാർത്ഥനകളും ആവശ്യമാണ്. എന്നാൽ അതിലേറെ പ്രാധാന്യമേറിയതത്രേ നാം ഓരോരുത്തരും കർത്താവും മാത്രമായി ശേഷിക്കുന്ന രഹസ്യ പ്രാർത്ഥനകൾ. അതിനെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞതത്രേ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. That secret place is where real and honest communication with God happens, free from performance or pressure. ആ രഹസ്യ സ്ഥലം ദൈവവുമായി യഥാർത്ഥവും സത്യസന്ധവുമായ ആശയവിനിമയം നടക്കുന്ന ഇടമാണ്, പ്രകടനമോ സമ്മർദ്ദമോ ഇല്ലാതെ. നമ്മുടെ പ്രാകാരങ്ങളിലെയും വിശുദ്ധ സ്ഥലത്തെയും പ്രാർത്ഥനകൾ ചിലപ്പോഴെങ്കിലും പ്രകടനങ്ങളായി പോകാറുണ്ട് എന്നതാണ് സത്യം. എന്നാൽ പ്രകടനങ്ങൾക്ക് പ്രസക്തിയില്ലാത്ത ഒരിടത്താണ് നാം നമ്മുടെ രഹസ്യ പ്രാർത്ഥന നടത്തുന്നത്. അവിടെ നാം നമ്മുടെ ഹൃദയത്തെയും ജീവിതത്തെയും ദൈവസന്നിധിയിൽ പകരുകയും തുറന്നു കാട്ടുകയും ചെയ്യുകയാണ്, യാതൊരു കാപട്യവുമില്ലാതെ. Prayer does not change God, but it changes him who prays. പ്രാർത്ഥന ദൈവത്തെ മാറ്റില്ല, പക്ഷേ അത് പ്രാർത്ഥിക്കുന്നവനെ മാറ്റുന്നു. നാം നമ്മുടെ രഹസ്യ അറകളിൽ നമ്മുടെ ഉള്ള അവസ്ഥ ദൈവത്തോട് അറിയിക്കുമ്പോൾ നമ്മിലെ മാറ്റത്തിൻ്റെ തുടക്കം അവിടെ ആരംഭിക്കുന്നു. നാം എത്രയോ പിന്നിലാണെന്നും എന്തൊക്കെയാണ് ജീവിതത്തിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ളതെന്നും തുറന്ന മനസ്സോടെ ഏറ്റുപറയുകയും സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു ഇടമാണ് നമ്മുടെ രഹസ്യ സ്ഥലം. Spending with God in secret changes our hearts, gives us peace and renews our strength. ദൈവത്തോടൊപ്പം രഹസ്യമായി ചെലവഴിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെ മാറ്റുന്നു, നമുക്ക് സമാധാനം നൽകുന്നു, നമ്മുടെ ശക്തി പുതുക്കുന്നു. Dear friends, the secret of prayer is praying in secret. പ്രാർത്ഥനയുടെ രഹസ്യം രഹസ്യമായി പ്രാർത്ഥിക്കുക എന്നതാണ്. Have a blessed day.